നിലമ്പൂരിലേക്ക് തന്നെയാണ്. നിലമ്പൂരിനെ ആവേശത്തിലാക്കി ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം. UDF സ്ഥാനാർത്ഥി അരൺ ഷൗക്കത്ത് നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തി പത്രിക സമർപ്പിച്ചിരിക്കുന്നു. LDF സ്ഥാനാർത്ഥി M സ്വരാജ് തിങ്കളാഴ്ചയായിരിക്കും പത്രിക സമർപ്പിക്കുക. M സ്വരാജിന്റെ റോഡ് ഷോ ഉടൻ ആരംഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. നിലമ്പൂരിൽ നിന്നും കോടതിപ്പടി മുതൽ എടക്കര വരെയായിരിക്കും ഈ റോഡ് ഷോ. മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കും. അത് അല്പസമയത്തിനകം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. നിലമ്പൂരിലെ SDPI സ്ഥാനാർത്ഥി സാദിഖ് നടുത്തൊടി പത്രിക നൽകിയിട്ടുമുണ്ട്. വിപിൻ C വിജയൻ നിലമ്പൂരിൽ നൽകുന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വിപിൻ, അത് LDFന്റെ റോഡ് ഷോയാണ്. അത് അല്പസമയത്തിനകം കോടതിപ്പടിയിൽ നിന്നും ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രമാത്രം വലിയ ശക്തി പ്രകടനമാണ് LDF ഈ റോഡ് ഷോയിലൂടെ ഉദ്ദേശിക്കുന്നത്? അതിന്റെ നടപടികളൊക്കെ അവിടെ ആരംഭിച്ചിട്ടുണ്ടോ? ഒപ്പം തന്നെ മറ്റു ക്യാമ്പുകളിൽ, പ്രത്യേകിച്ചും UDFന്റെ ക്യാമ്പിൽ അവിടെ പത്രികാ സമർപ്പണം പൂർത്തിയായിരിക്കുന്നു. NDAയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അല്പസമയത്തിനകം അറിയാൻ കഴിയും. ഒപ്പം SDPI സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചു. അങ്ങനെ ആകെ മൊത്തത്തിൽ നിലമ്പൂരിൽ വലിയ ആവേശമാണ് ഓരോ ക്യാമ്പുകളിലും കാണാൻ കഴിയുന്നത്, അല്ലേ? അതേ നാടിളക്കിയുള്ള ഒരു പ്രചാരണം അത് തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ കോടതിപ്പടിയിൽ നിന്ന് LDFന്റെ വലിയ ഒരു പ്രകടനം ആരംഭിക്കാൻ പോകുന്നു. റോഡ് ഷോ ആരംഭിക്കാൻ പോകുന്നു. ഇന്നാണ് M സ്വരാജ് നിലമ്പൂരിലേക്ക് വന്നിറങ്ങിയത്. ആദ്യ ദിവസം തന്നെ 2 റോഡ് ഷോകളുമായി കളം നിറയുകയാണ് LDF. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ ബലൂണുകൾ ഉൾപ്പെടെയുള്ളവയുമായി വലിയ ഒരു പ്രകടനം തന്നെ അവർ ഉദ്ദേശിക്കുന്നു. വലിയ റോഡ് ഷോ ഉദ്ദേശിക്കുന്നു. അത് ഈ കോടതിപ്പടിയിൽ നിന്ന് എടക്കര വരെ. ആ എടക്കര എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അത്യാവശ്യം ദൂരമുള്ള ഒരു സ്ഥലമാണ്, കിലോമീറ്ററുകളുണ്ട്. അവിടെ അതുവരെയുള്ള വലിയ റോഡ് ഷോ ആണ് ഇപ്പോൾ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ M സ്വരാജ് വന്നിറങ്ങിയപ്പോൾ മുതൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ജനസമുദ്രം എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥിതിയുണ്ടല്ലോ, അത് തന്നെയാണ് ഉച്ചയ്ക്ക് ശേഷവും ഉദ്ദേശിക്കുന്നത്. UDFനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർ പ്രചാരണം ഇതിനോടകം തന്നെ ആരംഭിച്ചതാണ്. ബൂത്ത് കൺവെൻഷനുകൾ ആരംഭിച്ചതാണ്. പഞ്ചായത്ത് കൺവെൻഷനുകൾ നടക്കുന്നു. ഒപ്പം പ്രതിപക്ഷ നേതാവ് തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് UDF ക്യാമ്പ് ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പോൾ UDFനെ സംബന്ധിച്ച് യുവനിരകൾ മുഴുവൻ നിലമ്പൂരിലേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ തന്നെ പോകുന്നത്. ഒരു ഒറ്റക്കെട്ടെന്നുള്ള പ്രതീതി, ഒറ്റക്കെട്ടാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമായിരുന്നു ഇന്ന് അരൺ ഷൗക്കത്തിന്റെയും ടീമിന്റെയും ഭാഗത്തുണ്ടായത്. അപ്പോൾ M സ്വരാജ് ഇവിടെ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ മുതൽ ആ ഒരു പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശമാണ്. കാരണം പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു പാർട്ടി ചിഹ്നത്തിൽ തന്നെ വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത്. ഒട്ടും ആഗ്രഹിച്ചിരുന്നുവെന്നുണ്ടെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയായിരുന്നു M സ്വരാജ് എന്ന് പറയാം. കാരണം അദ്ദേഹം ആദ്യഘട്ടത്തിൽ മത്സരിക്കാനില്ല എന്നുള്ളതൊക്കെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുവെന്ന് മനസ്സിലായ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് അതൊരു ട്വിസ്റ്റ് ആവുന്നതും M സ്വരാജ് തന്നെ നിലമ്പൂരിൽ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നു. അതിന്റെ ഒരു ആവേശം ഇവിടുത്തെ ഓരോ ആളുകളെ സംബന്ധിച്ചുമുണ്ട്, ഓരോ സഹാക്കളെ സംബന്ധിച്ചും ഉണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം ഇന്നലെ തിരുവനന്തപുരത്ത് ആ പാർട്ടിയുടെ സെക്രട്ടറി ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു മുദ്രാവാക്യം വിളികളൊക്കെയായി ആദ്യ ദിവസം തന്നെ വലിയ കട്ടൌട്ടുകളൊക്കെ ഉയരുന്നത് ഇന്നലെ നമ്മൾ കണ്ടു. ഇന്ന് അതിന്റെ ബാക്കി എന്നോണമായിരുന്നു അദ്ദേഹം ആ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയതിനു ശേഷമുള്ള പ്രകടനം. ഇപ്പോൾ അല്പസമയത്തിനകം ഇതാ വലിയ റോഡ് ഷോ തുടങ്ങുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, കൃത്യം 3 ആഴ്ച മാത്രമേ ഉള്ളൂ. ആ 3 ആഴ്ചയും എങ്ങനെയായിരിക്കും പ്രചാരണം എന്നുള്ളതിന്റെ ഒരു കർട്ടൻ റൈസർ, ഒരു ചൂണ്ടുവലക തന്നെയായിരുന്നു ഇന്നത്തെ പ്രചാരണം. അത് ചെറിയ തോതിലേക്ക് ഒരു സംഘർഷത്തിലേക്ക് പോലും പോകുന്ന അത്ര ഒരു ആവേശം ആദ്യ ദിവസത്തിൽ തന്നെ നിലമ്പൂരിൽ കാണാൻ സാധിച്ചു. ഇനി NDAയുടെ സ്ഥാനാർത്ഥി വരാനുണ്ട്. ഒപ്പം തന്നെ PV അൻവർ കൂടി മത്സരരംഗത്ത് ഉണ്ടാകുമോ എന്നുള്ളത് രാഷ്ട്രീയ ആകാംക്ഷയാണ്. അദ്ദേഹം കൂടി മത്സര രംഗത്തേക്ക് വരികയാണെങ്കിൽ അതൊരു വലിയ ത്രികോണ പോരാട്ടത്തിലേക്ക്, കടുത്ത പോരാട്ടത്തിലേക്ക് തന്നെ എത്തുമെന്നുള്ള കാര്യം ഒട്ടും സംശയമില്ല. അത് ആദ്യ ദിവസം തന്നെ നമുക്ക് അടിവരയിടുന്നതാണ് ഇന്നത്തെ പ്രകടനങ്ങൾ. പ്രജിൻ.